അപ്പോൾ ഗായ്സ് അവിടെ സ്നാച്ചറീസ് ഐറ്റംസ് നമുക്ക് പോയേക്കാം. വാ. അപ്പോൾ ഗായ്സ് എനിക്ക് എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏതാ എടുക്കണമെന്ന് അറിയില്ല കേട്ടോ. നോക്കി നിങ്ങൾ ഈ പേൻ്റൊക്കെ എത്ര ഭംഗിയാ. അപ്പോൾ ഗായ്സ് എനിക്ക് വേണം കേട്ടോ, പക്ഷെ ഇത് ആരും വാങ്ങി തരൂല. പിന്നെ ഗായ്സ് ഈ പിങ്ക് സാധനം എന്ത് ക്യൂട്ടാണ് നിങ്ങൾ നോക്കിയേ. എന്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ വേണമെന്നുള്ളൂ. അപ്പോൾ ഗായ്സ് ചുട്ടും ഒരു പാവ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കളിപ്പാട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കളിപ്പാട്ട് ഇഷ്ടമായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗായ്സ് ശരിക്കും ബോളല്ല കേട്ടോ, ഇത് നമ്മൾ പൈസ ഒക്കെ വിട്ട് വെക്കൂല അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ കുറ്റിയൊക്കെ പറയില്ല അതേപോലെയാണ്. എനിക്കിതൊക്കെ കണ്ടിട്ട് എന്താ എടുക്കുന്നത് പോലെ ഒന്നും അറിയില്ല കേട്ടോ. കണ്ടോ നിങ്ങൾ ഈ പെയിൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പെയിൻ്റ് എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ശ്രമിച്ച് നോക്കിയതാണ്. ചുട്ടു പറയാണ് എനിക്ക് ഇതന്നെ വേണം, എനിക്ക് ഇതന്നെ വേണം. എനിക്കാണെങ്കിൽ ആ പെയിൻറ് കിട്ടാത്തതുകൊണ്ട് ഒരു ഹരം കയറിയിട്ടോ ഗായ്സ്. പിന്നെയാണ് കേട്ടോ എൻ്റെ മെച്ചി എടുത്തുന്നത്. ഇതിന് എത്ര റേറ്റ് എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. പക്ഷേ ചുട്ടുക്ക് സ്പൈഡർമാൻ്റെ ബാഗും കിട്ടിട്ടോ ഗായ്സ്. ചുട്ടുക്ക് സ്പൈഡർമാൻ്റെ ഒരു ബാഗ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സ്പൈഡർമാൻ എന്തിനാ ആവശ്യം, സ്കൂളൊക്കെ പൂട്ടിയില്ലേ ഗായ്സ്. ഇപ്പോൾ ഞങ്ങളതൊക്കെ പൂട്ടി ചുറ്റും അതിന് സ്കൂളിലേക്ക് പോകാനായിട്ടില്ല. പിന്നെയാണല്ലോ എനിക്ക് ബാഗ്. എനിക്ക് പെയിൻറ് കിട്ടണം നല്ലവരോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, പക്ഷെ എവിടെ പോവുക. അപ്പോൾ ഗായ്സ് നമ്മൾ ഡ്രസ്സിൻ്റെ സെലക്ഷനിൽ പോയി. അപ്പോൾ ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഈ പാവക്കുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ കളർ, ഈ ചുവപ്പ്. അപ്പോൾ ചുട്ടു പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പാവാണ്, ഇതിൻ്റെ ഫ്രണ്ടാണെന്നാണ് അവന് പറയണത്. പിന്നെ പറയണത് അവൻ്റെ ബേബിയാണെന്ന്. പിന്നെ ഞാൻ ഈ സ്പൈഡർമാൻ്റെ ബാഗ് അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. പിന്നെ അത് വലിച്ചുകൊണ്ടാണ്. ഇത് വേണം വാശി പിടിച്ചതാണ് കേട്ടോ. പിന്നെയാണ് ഞങ്ങളൊന്ന് ഇതാക്കിയത്. പിന്നെ എനിക്ക് വേറെ പാവനെ കിട്ടിയിട്ടോ. ഇതാണ് കേട്ടോ, എന്തോ ഒരു ഒക്ടോബേഴ്സാണ് കേട്ടോ. ഇത് നമ്മൾ ചിരിക്കും സങ്കടപ്പെടുന്ന അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പിൻ്റെ ഒരു ഡോളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കല്ല വാങ്ങാൻ പൂതിയായത്. ശരിക്കും ഉമ്മച്ചിക്കില്ല സാധനമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങാൻ പോകുന്നത്. പക്ഷേ എനിക്കൊന്നും ഇങ്ങനത്തെ സാധനവും പാത്രങ്ങളൊന്നും വെക്കണം ആ സാധനമൊന്നും എനിക്ക് ആ ഭാഗത്തൊന്നും പോകണ്ട. എൻ്റെ ഏരിയ ഒന്നല്ല. എൻ്റെ ഒക്കെ സ്ട്രക്ചറേഴ്സ് ക്യൂട്ട് ഫാൻസറി അങ്ങനെയാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ ഗായ്സ് ഞാൻ അമ്മച്ചിനെ വലിച്ചൊന്നാണ്ട്. അപ്പോൾ നമ്മൾ മുട്ടായിൻ്റെ സെലക്ഷൻ എത്തിയിട്ടോ. ഏതാ മുട്ടായിൻ്റെ എടുക്കുക, എന്ത് മുട്ടായി ഏതാണ് ഒരു കുപ്പി കണ്ടിട്ട് ഞാൻ എടുത്തിട്ട് അത് നല്ല രസം കഴിക്കും, നല്ല ക്യൂട്ടേനെ. പക്ഷെ പൊട്ടീനെ മൈൻഡ് അമ്മച്ചി വേണ്ട പറഞ്ഞു. എനിക്ക് സങ്കടമായി. ഉമ്മച്ചി എടുത്ത് നോക്കിയിട്ട് വേണ്ടേ പറയാണ്ട് വേണ്ടാന്ന് വെച്ചാൽ അവിടെ വെച്ചു. കട്ടൂനെ അവിടെ കാണാനല്ല. അപ്പോൾ അവനെ മുട്ടായിൻ്റെ സെലക്ഷനിൽ ഉണ്ടാവും കേട്ടോ, അവിടെ കടക്കുണ്ടാവും. അപ്പം എൻ്റെ ഉമ്മച്ചിയും ഞാനും ഒരു ചലഞ്ച് നടത്താണ്. അതായത് ഉമ്മച്ചി ഒരു കളർ ഗസ് നടത്താൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതേത് കളറാ പാക്കറ്റ്? ഏത് കളറിലെ മുട്ടായ? റെഡ്. യെസ്. ഇത് ഏത് കളറിലെ പാക്കറ്റാ? ബ്ലൂ ആണോ? ഉറപ്പിച്ച് പറയണം. ഞാൻ പറയണം ബ്ലൂ. നോക്ക്. ഇത് ഏത് കളറിലെ പാക്കറ്റാ? ഏതാ കളർ? കറക്റ്റ് സമയം നോക്ക്. ഇവിടെ വെച്ചോളൂ. ഇത് ഏത് കളറിലെ പാക്കറ്റാ? നോക്ക്. പറയാ മകളെ കളറ്. നോക്ക്. അപ്പോൾ ഗായ്സ് നമ്മൾ ചട്ടീൻ്റെ സെലക്ഷനിൽ എത്തിയിട്ടോ ഗായ്സ്. അപ്പോൾ ഇത് അമ്മച്ചി ചട്ടി ഇത് വേണോ ചോദിച്ചാൽ എന്തിനാ
ഏരിയ അല്ല കേട്ടോ, ഇത് എൻ്റെ ഒന്നും ഏരിയ, ഇത് എൻ്റെ അമ്മച്ചിൻ്റെ ഏരിയ ആണ് കേട്ടോ. പിന്നെ ചുട്ടൊക്കെ ചട്ടിയാണ് പൊട്ടിച്ചാണ് കേട്ടോ, പൊട്ടിച്ചാൽ നിൽക്കുകയാണേ. അപ്പോൾ ഗായ്സ് എനിക്ക് അവിൽ വേണം, അപ്പോൾ ഞാൻ അവിലെടുത്തു. അപ്പോൾ നമുക്ക് മേലോട്ട് പോവാട്ടോ. മേലോട്ട് ഡ്രസ്സിൻ്റെ സെലക്ഷൻ നമുക്ക് ചുട്ടൂൻ്റെ ആണ് നോക്കിയത്, പക്ഷെ ചുട്ടൂക്ക് എവിടെ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.